പകുതിവില തട്ടിപ്പിൽ പങ്കില്ല എന്ന ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണൻ. തന്റെ സൊസൈറ്റിയും തട്ടിപ്പിൽ ഇരയാണ്. ₹1 പോലും ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല. അനന്തുവിനെതിരെ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തിട്ടും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പരിപാടി നടന്നുവെന്നും അനന്തകൃഷ്ണന്റെ സീഡ് സൊസൈറ്റിയുമായി സഹകരിച്ചത് ജനസേവനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നും എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിലിറങ്ങിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം പൊതുസേവനത്തിൻ്റെ ഭാഗമായി ഇതിൽപ്പെട്ടതാണ്. ഞാനും അതിൽപ്പെട്ടതാണ്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത സാഹചര്യത്തിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ള വാർത്ത വന്നു. സ്വാഭാവികമായും ഞങ്ങൾ അന്വേഷണം നടത്തി. അതിനുശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പരിപാടി നടത്തി. അത് ഉദ്ഘാടനം ചെയ്തത് ഉത്തരമേഖല IG ആണ്. സൈഫുന്നിസ അലിയാർ വിവരങ്ങളുമായി. സൈഫുന്നിസ, ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ പറയുന്നതിനപ്പുറം ബി.ജെ.പിയിലേക്ക് അടുപ്പിച്ചത്, ഈ അനന്തുവിനെ അടുപ്പിച്ചിട്ടുള്ളത് രാധാകൃഷ്ണനാണോ? എന്ത് തെളിവുകളാണ് നമുക്കിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്? ഇപ്പോൾ തട്ടിപ്പിൽ പങ്കില്ല അല്ലെങ്കിൽ സഹകരണമില്ല എന്ന രൂപത്തിൽ പറയുമ്പോഴും ഇന്നലെ പിന്നെ തിരിച്ചു കൊടുത്ത പണം എന്തായിരുന്നു? സ്മൃതി, ഇക്കാര്യം തന്നെയാണ് നമ്മൾ കൂടുതൽ ഈ എൻ രാധാകൃഷ്ണനോട് ചോദിച്ചത്. അതിൽ പലതിലും വ്യക്തമായ മറുപടി നൽകാൻ എൻ രാധാകൃഷ്ണന് സാധിക്കുന്നില്ല. എൻ രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് കഴിഞ്ഞ വർഷം അറിഞ്ഞതാണ് ഈ അനന്തകൃഷ്ണൻ തട്ടിപ്പിന്റെ ആളാണ് എന്നുള്ളത്. അതായത് മൂവാറ്റുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഈ തട്ടിപ്പാണെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം നിലയിലാണ് വാഹനങ്ങളൊക്കെ നൽകിയത് എന്നുള്ളതാണ് എൻ രാധാകൃഷ്ണൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഇത് തട്ടിപ്പാണ് എന്ന് അറിഞ്ഞെങ്കിൽ ഇതുവരെ എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്ന് ചോദിച്ചപ്പോൾ എൻ രാധാകൃഷ്ണൻ ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. അത് താൻ വക്കീലിനോട് ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ അനന്തകൃഷ്ണൻ അറസ്റ്റിലായി ഇത്രയും ദിവസമായിട്ട് പോലും സൈൻ്റെ ഒരുപാട് പണം അവിടെ ഉണ്ട് എന്ന് എൻ രാധാകൃഷ്ണൻ തന്നെ സമ്മതിക്കുമ്പോഴും ഒരു പരാതി നൽകാൻ ഈ സൈൻ സൊസൈറ്റി തയ്യാറായിട്ടില്ല. അതിൽ തന്നെയാണ് ദുരൂഹത നിലനിൽക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ NGO കോൺഫെഡറേഷനാണ് ഈ സൈൻ വഴി നൽകിയ പണം എല്ലാം നൽകിയിരിക്കുന്നതാണ് എൻ രാധാകൃഷ്ണൻ പറഞ്ഞത്. ഇത് എത്ര രൂപ കൊടുത്തു എന്ന് ചോദിക്കുമ്പോഴും എത്ര പേർക്ക് സ്കൂട്ടർ കൊടുക്കാനായി എന്ന് ചോദിക്കുമ്പോഴൊന്നും എൻ രാധാകൃഷ്ണൻ കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല. 5060 പേർക്ക് സൈൻ സൊസൈറ്റി സ്കൂട്ടർ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇതിൽ എത്രയാണ് ഈ NGO കോൺഫെഡറേഷൻ വഴി നൽകിയ സ്കൂട്ടർ എന്നും അതല്ലെങ്കിൽ എൻ രാധാകൃഷ്ണൻ സ്വന്തം നിലയിൽ ഈ തട്ടിപ്പാണെന്ന് അറിഞ്ഞ ശേഷം നൽകിയ സ്കൂട്ടർ എത്രയാണെന്നൊന്നും കൃത്യമായി പറയുവാനുള്ള കണക്കുകളും കയ്യിലില്ല. താൻ ഇരയാണ് എന്നും താനും പറ്റിക്കപ്പെടുകയാണ് എന്നുമുള്ള കാര്യമാണ് ഈ എൻ രാധാകൃഷ്ണൻ പറയുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി അനന്തകൃഷ്ണന് കാണാൻ അവസരം ഒരുക്കിയത് താനല്ല, അത് സായിഗ്രാം വഴിയായിരിക്കാം. സായിഗ്രാം ഡയറക്ടർ അനന്തകുമാർ വഴിയാണ് താൻ ഈ അനന്തകൃഷ്ണനെ പരിചയപ്പെട്ടതെന്നുമാണ് എൻ രാധാകൃഷ്ണൻ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പണം പിൻവലിക്കാനായി പലരും വന്നിരുന്നു. ഇത് പണം പിൻവലിക്കുന്ന തട്ടിപ്പിന്റെ ഭാഗം മാത്രമല്ല, പലരും ആഗ്രഹിച്ച സ്കൂട്ടർ അല്ല നമ്മളുടെ കയ്യിലുള്ളത്, അതുകൊണ്ട് അവർ പണം തിരികെ ചോദിക്കുന്നു എന്നുള്ളതാണ് എൻ രാധാകൃഷ്ണൻ നൽകുന്ന വിശദീകരണം. പക്ഷേ ഇന്നലെ പണം തിരിച്ചു വാങ്ങാൻ വന്നവരുടെ പ്രതികരണം അങ്ങനെയായിരുന്നില്ല. സൈഫുന്നിസ അലിയാറാണ് വിശദാംശങ്ങൾ നൽകിയത്.